ഞാൻ ഷാർവി. ഞാൻ ഏലകർഷകനാണ്. ഹൈറേഞ്ചിൽ ഒരു 17 വർഷമായിട്ട് ഞാൻ ഏലകൃഷിയാണ് ചെയ്യുന്നത്. പലപ്പോഴും എൻ്റെ ഏലത്തിനകത്ത് ഈ വേര് കംപ്ലൈൻറ്റ്, അതുപോലെ തന്നെ കാസെറ്റിംഗ് ഇല്ലാതെ അങ്ങനെയൊക്കെ പലപ്പോഴും വിഷമിക്കുന്നൊരു സാഹചര്യം എനിക്കുണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് ജൈവമൂല്യ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് ജോഷിയുടെ പ്രോഡക്റ്റ് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഈ മണ്ണിൽ കലക്കി ഒഴിക്കുന്ന ഒരു വളമാണ്. അപ്പം ഒരു വേരിനായിട്ട് കലക്കി ഒഴിക്കുന്നതാണ്. ഞാനത് ഒരു 4 വർഷമായിട്ട് എൻ്റെ തോട്ടത്തിലത് ഉപയോഗിക്കാൻ തുടങ്ങി അന്ന് മുതൽ നല്ല ഗംഭീരമായിട്ട് തോട്ടത്തിൽ വേരുകൾ ഉണ്ടാകാൻ തുടങ്ങി. വേരുകൾ നമുക്ക് ഒരു ചെടിക്ക് റൂട്ട് എപ്പോൾ ക്ലിയർ ആകുന്നോ അതിന് ശേഷമേ ചെടിക്ക് കായ്ഫലങ്ങൾ ഉണ്ടാകുകയുള്ളൂ, റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ. നമ്മൾ ചെടിക്ക് എന്ത് ചെയ്താലും അതിന് ഫലം ഉണ്ടാകുകയുള്ളൂ എന്ന് എനിക്ക് ബോധ്യമാക്കി തന്നത് ഈ വളമാണ്. ഇത് ഞാൻ ചെയ്തപ്പോഴത്തേനും നന്നായിട്ട് വേര് പടലങ്ങൾ നിറഞ്ഞു വരാൻ തുടങ്ങി. ഞാൻ കാസെറ്റിങ്ങിനായിട്ട് എന്ത് വളം ചെയ്താലും അത് റിസൾട്ടിലേക്ക് വരാൻ തുടങ്ങി. വിരിയുന്ന പൂകൾ മുഴുവൻ കായാകാൻ തുടങ്ങി. അങ്ങനെ ഈ പറഞ്ഞ ഓട്ടോമാറ്റിക്കലി എൻ്റെ ചെടികളിൽ നല്ല പച്ചപ്പ്, വിസേറിയത്തിൻ്റെ കംപ്ലൈൻറ്റുകളില്ല. അപ്പം അങ്ങനത്തെ രോഗങ്ങളെല്ലാം ഒഴിവാകാൻ തുടങ്ങി. മണ്ണിൽ നിന്ന് വരുന്ന കീടങ്ങളെയെല്ലാം ഇത് ഒഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്തുള്ള മിത്രകീടങ്ങളെല്ലാം കൊന്നൊടുക്കി. ഇതിനൊരു പ്രധാന കാരണം ഞാൻ പറയുകയാണെങ്കിൽ അതിനുശേഷം ഞാൻ കുറുനാമ്പിനും അതുപോലെ തന്നെ വേരുപുഴുവിനും മരുന്നേ ഞാൻ ഈ മണ്ണിൽ ഒഴിച്ചിട്ടില്ല. കാരണം ആ സംഭവങ്ങളെല്ലാം ഈ വേര് ക്ലിയറായി കഴിയുമ്പോഴേ ഈ കുറുനാമ്പെന്ന് പറഞ്ഞ് നാക്കടച്ച് പോലെ വാഴയുടെയൊക്കെ വരുന്ന പോലെ കുറുനാമ്പ് വേരുവിൻ്റെ കംപ്ലൈൻറ്റുകളെല്ലാം മാറി. അതൊന്നും ഞാൻ പിന്നെ മണ്ണിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല. ആകെ ഞാൻ NPKയും മൈക്രോ ന്യൂട്രിയൻസും ഈ ജോഷിയുടെ വളങ്ങളും അല്ലാതെ ഭൂമിയിലൊന്നും അഡീഷണലായിട്ട് ചെയ്ത് അമിതമായിട്ട് പൈസ കളഞ്ഞ് ഏലകർഷകർക്ക് പലർക്കും പറ്റുന്ന പോലുള്ള ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് ലാഭം എടുക്കാൻ ഈ 3-4 വർഷമായിട്ട് എനിക്ക് പറ്റുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു പ്രോഡക്റ്റിനെ ഞാൻ നിങ്ങളുടെ മുന്നിൽ റെക്കമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറയുന്നതല്ല. പക്ഷേ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഉപയോഗിക്കുക. ജൈവമൂല്യം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ചെടി നന്നാവും, നമുക്ക് ഉൽപ്പാദനം കൂടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് ചെടിക്ക് ഒരു സമീകൃത ആഹാരമാണ്. ഇത് നമുക്ക് ഉപയോഗിക്കാം, ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് അറിയാം. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ കർഷകരുടെ ഇന്ന് വരെയുള്ള ഈ ചെടിയാൽ ചെയ്തിട്ടൊന്നും ഫലിക്കുന്നില്ല എന്നുള്ള ആ ഒരു ആവലാതി മാറി നമുക്കെല്ലാവർക്കും ഒരു ഏലകർഷകൻ എന്നുള്ള നിലയിൽ നല്ല ഒരു അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി.